ഹായ്, എന്റെ പേര് റോബിൻ. ഞാൻ വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ വലിയ സംഭവമാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ തെണ്ടികളെക്കാട്ടിലും പുകഴ്ത്തല്ല എന്റെ ഇൻട്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിയ്ക്കുന്ന എല്ലാവരെക്കാട്ടിലും പാട്ടിന് കൂടുതൽ കൂടെ കമ്പവും സ്വരസ്ഥാനത്തിൽ ഞാൻ മുന്നിട്ട് നിൽക്കുന്നു. അതെ, ഇവന്റെ പേരാണ് ലൈജു. മാച്ചുകാള എന്ന് പറയും നാട്ടിൽ. മാച്ചുകാള എന്ന് പറയും നാട്ടിൽ. ഇവ ഗതികേടിന് ഇവനൊരു കല്യാണം കഴിച്ചു. അതിനുശേഷം ഇവന്റെ വിചാരം ഇവൻ 50 വയസ്സുള്ള കളവനാന്ന്. ഇവന് നേരത്തെ വെള്ളം അടിച്ച് കൂതറയായിട്ട് വാളും വെച്ച് നടന്നവൻ കെട്ടിക്കഴിഞ്ഞപ്പോൾ ലൈജുവിന് പറയാനുള്ളത് ഇല്ല. എനിക്ക് ഇപ്പോൾ ഈ കടലിൽ കുളിച്ചോണ്ട് സ്വരസ്ഥാനങ്ങളൊന്നും ചേരുന്നില്ല. പിന്നെ ഈ അകാരത്തിൽ നിന്ന് പ്രകാരത്തിലോട്ട് മാറുമ്പോ സംഗതി മൊത്തം സ്ലിപ്പാകുന്നുണ്ട്. അല്ല, അത് ഉണങ്ങാനിട്ടിരിക്കുക. അന്നേരം വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ സദയം ക്ഷമിച്ച്. അഴയുണ്ടോ കയ്യിൽ? ഇല്ല, വളരെ ഒരു പരിതാപകരമായ ഒരു നിലയിലാണ് നിങ്ങളെല്ലാവരും. എനിക്ക് ഒരു മിനിറ്റ് താങ്കൾക്ക് എനിക്കങ്ങനെ ഇവനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവന്റെ പേര് ഹരുൺ മാവേലിക്കര തിരുവല്ല താലൂക്കിലെ പെമ്പിളാരെ വശീകരിച്ച് കാര്യത്തിനും കവഞ്ഞെടുത്ത് വിൽക്കുന്ന ഒരു അവനാണ് ലൈജു. എന്റെ കൂട്ടുകാരനാണ്. ഞങ്ങളുടെ റിപ്പോർട്ടർ താങ്കൾ നിശബ്ദമായിരിക്കണം. ഞങ്ങളുടെ റിപ്പോർട്ടർ തിരുവല്ലയിൽ നിന്നും ഹലോ സുജോൺ, താങ്കൾ അവിടെ ഉണ്ടോ? അരുണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹലോ എന്തോ സാങ്കേതിക തകരാറ് മൂലം പരിപാടിയിൽ തടസ്സം നേരിട്ടിരിക്കുന്നു. നിങ്ങളിലേക്ക് തിരിച്ചു വരാം. അയ്യോ, ഇതുപോലെ കള്ളം പറയുന്ന ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. അതിന്റെ പേരാണ് ലൈജ്. തുറന്ന അവൻ ആദ്യം പറയുന്ന കള്ളവ. രണ്ടു കാര്യത്തിനെ വാതറക്കാം. ഒന്ന് പിന്നെ കള്ളം. ഇവനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇവൻ 24 hours ഫോണിലാണ്. പിന്നെ ഏതൊക്കെ പെണ്ണ് ഇവനെ വിളിക്കുന്നത് ഇവന് പോലും അറിയത്തില്ല. ഏതൊക്കെയോ പെണ്ണ് എവിടെയൊക്കെയോ ചാറ്റടിച്ച് ലൈൻ ചെയ്ത് ഇവന്റെ ഭാവി ഇങ്ങനെ നീക്കുന്നു. പാവം. അടുത്ത വർഷം 18-ാം തീയതി ഇവൻ കുരുങ്ങാൻ പോവുകയാണ്. വീണ്ടും ഒരു ഭാഗ്യം. എന്റെ കൂട്ടുകാരിൽ ഒരാൾ വീണ്ടും അങ്ങനെ കുടുംബജീവിതത്തിൽ കയറാൻ പോവുകയാണ്. പെൺകുട്ടിയുടെ തലയിൽ തേങ്ങ വീഴാനിരുന്ന സമയത്ത് കണ്ണിൽ കൊള്ളാനുള്ള പിരികത്ത് കൊണ്ടുവന്ന് പറയുന്നതിന് നിങ്ങളുടെ സിറ്റുവേഷൻ തന്നെ. അതായത് ലൈജുവിനെ കിട്ടിയ ജിൻസിന് അതേ സിറ്റുവേഷനാണ് ഇപ്പോൾ മറ്റേ കൊച്ചും അനുഭവിക്കുന്നത്. കണ്ണിൽ കൊള്ളാനുള്ളത് പിരികത്ത് കൊണ്ടങ്ങ് മാറി. എന്താ ഹരുണ് പറയാനുള്ളത്? അത് വളരെ സത്യമാണ് അവൻ പറഞ്ഞ ആ ഒരു കാര്യത്തിൽ. ഞാൻ അങ്ങനെ ആ ഒരു പെണ്ണിന്റെ ജീവൻ രക്ഷിച്ചു. ഇതിൽ കൂടുതൽ എന്താണ് അറിയേണ്ടത് താങ്കൾ? ഇനിയും പാട്ടിലെ കല നമ്മുടെ ജീവൻ മൊത്തം കയ്യിൽ എഴുതിക്കൊണ്ട് നമ്മളെ നയിക്കുന്ന ഒരു സാരിതയെ നമ്മൾ പരിചയപ്പെട്ടില്ല. ഇതാണ് ലിജോ. നേരെ നോക്കി തന്നെ പറയണം. ക്യാമറ ഫേസിൽ ഫോക്കസ് ചെയ്യും. ലിജോ എന്ന റോഡിൽ നോക്കിയാൽ മതി. ലിജോയെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കൂടുതലൊന്നും പറയില്ല. അല്ല, കൂടുതലൊന്നും പറയില്ല. എന്നെ കൂടെ ഞാൻ വെൽക്കം ബാക്ക് ടു ഏഷ്യാനെറ്റ് പ്ലസ്. കൂടുതലൊന്നും പറയാനില്ല. ലിജയെ കുറിച്ച് ഞാൻ അറിഞ്ഞവരാണെങ്കിൽ കാണാൻ സുന്ദരൻ, കുഴപ്പമില്ല, ഡീസന്റ് മനുഷ്യനാണ്. ഇവന്റെ കൂട്ടല്ല. ചെയ്യാമെന്ന് അറിയട്ടെ, ലിജോ 4 മാസം കൊണ്ട് വിളച്ചു പോകും. കാരണം എന്റെ ലിജോയുടെ മനുഷ്യൻ ലിജോ ഞാൻ ആകെക്കൂടെ ഒരു എന്താ പറയാ ഒരു ഉപദേശം തരിക എന്ന് പറയുന്നത്,